രാമായണത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ കഥകളിലൊന്നാണ് ദശരഥ മഹാരാജാവിന്റെ ജീവിതം. സൂര്യവംശത്തിലെ മഹാനായ രാജാവായിരുന്നു ദശരഥൻ. അയോധ്യ അതീവ സമൃദ്ധമായ ഒരു രാജ്യമായിരുന്നു. ധർമ്മനിഷ്ഠനും സത്യസന്ധനും പ്രജകളെ സ്വന്തം മക്കളെപ്പോലെ സ്നേഹിച്ചിരുന്ന ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. ദശരഥന് 3 ഭാര്യമാരുണ്ടായിരുന്നു: കൗസല്യ, കൈകേയി, സുമിത്ര. എന്നാൽ വർഷങ്ങളോളം അദ്ദേഹത്തിന് സന്താന ഭാഗ്യം ലഭിച്ചില്ല. അതിന്റെ ദുഃഖം അദ്ദേഹത്തെ എന്നും അലട്ടിയിരുന്നു. അവസാനം ഗുരുവായ വസിഷ്ഠ മഹർഷിയുടെ ഉപദേശപ്രകാരം ഋഷ്യശൃംഗ മഹർഷിയെ കൊണ്ട് പുത്രകാമേഷ്ടി യാഗം നടത്തി. യാഗം പൂർത്തിയായപ്പോൾ അഗ്നിദേവൻ ദിവ്യമായ പായസം നൽകി. ദശരഥൻ അത് തന്റെ ഭാര്യമാർക്ക് നൽകി. കാലം തികഞ്ഞതോടെ കൗസല്യയ്ക്ക് ശ്രീരാമനും, കൈകേയിക്ക് ഭരതനും, സുമിത്രയ്ക്ക് ലക്ഷ്മണനും, ശത്രുഘ്നനും ജനിച്ചു. 4 പുത്രന്മാരും വളർന്നപ്പോൾ ദശരഥന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. പ്രത്യേകിച്ച് രാമനോടായിരുന്നു അദ്ദേഹത്തിന് അതിയായ സ്നേഹം. രാമൻ എല്ലാ ഗുണങ്ങളും തികഞ്ഞ രാജകുമാരനായി വളർന്നു. അതുകൊണ്ട് തന്നെ വൃദ്ധനായ ദശരഥൻ രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചു. എന്നാൽ ഇവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ ജീവിതം മാറിമറിഞ്ഞത്. പണ്ടൊരിക്കൽ ദേവാസുര യുദ്ധത്തിൽ ദശരഥന്റെ ജീവൻ രക്ഷിച്ചത് കൈകേയിയായിരുന്നു. അന്ന് സന്തോഷത്തോടെ അവൾക്ക് 2 വരങ്ങൾ നൽകാമെന്ന് അദ്ദേഹം വാക്ക് നൽകിയിരുന്നു. ആ വാക്ക് വർഷങ്ങൾക്ക് ശേഷം മന്ദരയുടെ പ്രേരണയാൽ കൈകേയി ആവശ്യപ്പെട്ടു. ആദ്യ വരം ഭരതനെ യുവരാജാവാക്കണം. 2ാമത്തെ വരം ശ്രീരാമൻ 14 വർഷം വനവാസത്തിന് പോകണം. ഈ ആവശ്യം കേട്ട ദശരഥൻ തകർന്നുപോയി. സ്വന്തം മകനെ വിട്ടുപിരിയാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. എങ്കിലും ഒരു രാജാവെന്ന നിലയിൽ നൽകിയ വാക്ക് ലംഘിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ശ്രീരാമൻ പിതാവിന്റെ വാക്കിനെ ധർമ്മമായി കണ്ട് വനവാസം സ്വീകരിച്ചു. സീതയും ലക്ഷ്മണനും അദ്ദേഹത്തോടൊപ്പം പുറപ്പെട്ടു. രാമൻ പോയ ശേഷം ദശരഥന്റെ മനസ്സ് ശൂന്യമായി. രാത്രിയും പകലും അദ്ദേഹം രാമന്റെ പേരാണ് വിളിച്ചിരുന്നത്. അപ്പോഴാണ് തന്റെ യൗവനകാലത്ത് ചെയ്ത ഒരു തെറ്റ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത്. വേട്ടയ്ക്ക് പോയപ്പോൾ ശബ്ദം കേട്ട് അത് മൃഗമാണെന്ന് കരുതി അദ്ദേഹം അമ്പെയ്തു. എന്നാൽ അത് വെള്ളമെടുക്കുകയായിരുന്ന ശ്രവണകുമാരനായിരുന്നു. മരണാസന്നനായ ശ്രവണകുമാരന്റെ അഭ്യർത്ഥന പ്രകാരം ദശരഥൻ അവന്റെ അന്ധരായ മാതാപിതാക്കളുടെ അടുത്തെത്തി സംഭവം അറിയിച്ചു. അപ്പോൾ ആ ദുഃഖിതരായ മാതാപിതാക്കൾ പറഞ്ഞു, ഞങ്ങൾ ഇന്ന് പുത്രവിയോഗത്തിൽ അനുഭവിക്കുന്ന ഈ ദുഃഖം ഒരു നാൾ നിനക്കും അനുഭവിക്കേണ്ടി വരും. ആ ശാപം പിന്നീട് യാഥാർത്ഥ്യമായി. രാമവിയോഗത്തിന്റെ വേദന സഹിക്കാനാവാതെ ഹാ രാമ, ഹാ രാമ എന്ന് വിലപിച്ചുകൊണ്ടാണ് ദശരഥ മഹാരാജാവ് ജീവൻ വിടുന്നത്. ശ്രീരാമൻ വനവാസത്തിലായിരുന്നതിനാൽ പിതാവിന്റെ അന്ത്യനിമിഷങ്ങളിൽ അദ്ദേഹത്തിന് സമീപമുണ്ടാകാൻ പോലും കഴിഞ്ഞില്ല. ദശരഥന്റെ ജീവിതം നമ്മെ ഒരു വലിയ പാഠം പഠിപ്പിക്കുന്നു. ധർമ്മം പാലിച്ച രാജാവായിരുന്നു അദ്ദേഹം. എന്നാൽ ഒരു നിമിഷത്തെ അശ്രദ്ധയും ഒരു വാഗ്ദാനവും ജീവിതത്തിന്റെ ഗതി മാറ്റിമറിച്ചു. ധർമ്മം, വാക്കുപാലിക്കൽ, പുത്രസ്നേഹം, കർമ്മഫലം ഇവയെല്ലാം ഒരുമിച്ച് കാണിച്ചു തരുന്ന ജീവിതമാണ് ദശരഥ മഹാരാജാവിൻ്റേത്.